ഹായ്, ഇന്ന് 12th ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എറേഴ്സ് ആൻഡ് ദെയർ റെക്ടിഫിക്കേഷൻസ്. എറേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മിസ്റ്റേക്കുകൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. റെക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ നമ്മൾ ശരി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദീസ് എറർ ഷുഡ് ബി ലൊക്കേറ്റഡ് ആൻഡ് കറക്റ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ നമ്മൾ എപ്പോൾ നമ്മൾ എറർ മനസ്സിലാക്കിയോ അപ്പം തന്നെ നമുക്കത് എന്ത് ചെയ്യണം? നമ്മളത് റെക്ടിഫൈ ചെയ്യണം, ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? യു കമ്മിറ്റഡ് ആൻ എറർ, യു ഫെൽ ഇൻ സം ബാഡ് കമ്പനി, യു മേ കമ്മിറ്റ് മെനി സച്ച് എറർ ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്. സിമിലർലി ആൻ അക്കൗണ്ടന്റ് ക്യാൻ ഓൾസോ കമ്മിറ്റ് എറർ വൈൽ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ദെയർ പോസ്റ്റിംഗ്. അപ്പോൾ അധികവും നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് നമ്മുടെ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത്. മാത്രമല്ല, ജേണൽ ശരിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ലെഡ്ജർ കറക്റ്റായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബാലൻസിങ് ചെയ്താൽ മാത്രമേ ട്രയൽ ബാലൻസ് നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ദ എറർ ഷുഡ് ബി ലൊക്കേറ്റഡ് ആൻഡ് കറക്റ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ സോ ദാറ്റ് അക്കൗണ്ട്സ് ഗിവ് ട്രൂ ആൻഡ് ഫെയർ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാഴ്ചവെക്കാൻ പറ്റും. You have learned that in case trial balance does not agree, it means there are some accounting error. അപ്പോൾ ട്രയൽ ബാലൻസിൽ ഒരിക്കലും അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തുല്യമായുള്ളൊരു എമൗണ്ട് വന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു എറർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. There can be some error which do not affect the trial balance, that is trial balance still tally. In this lesson നമ്മൾ കൂടുതലായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നു ക്ലാസിഫൈ ആൻഡ് അനലൈസിങ് അക്കൗണ്ടിങ് എറേഴ്സ് ആൻഡ് ദെയർ റെക്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ കൂടുതൽ നോക്കാൻ പോകുന്നത്. പ്രിപ്പയർ അക്കൗണ്ടിങ് എറേഴ്സ് ആൻഡ് ദെയർ ലൊക്കേഷൻസ്. എന്താണ്? as soon as these are ഡിഡക്റ്റഡ് he or she correct them in the similar manner an account. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളത് ശരി ചെയ്യണം എന്നുള്ളത് പോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളിലും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്? അത് എറർ മാറ്റി റെക്ടിഫൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എറർ എന്ന് പറയുന്നത്. അക്കൗണ്ടൻറ്റ് ക്യാൻ ഓൾസോ മേക്ക് മിസ്റ്റേക്ക് ഓർ കമ്മിറ്റ് എറർ വൈൽ റെക്കോർഡിങ് ആൻഡ് പോസ്റ്റിംഗ് ട്രാൻസാക്ഷൻ. പോസ്റ്റ് ചെയ്യുമ്പോഴോ റെക്കോർഡ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക്, ഇപ്പോൾ ഒരു പൂജ്യത്തിന് ഒരു എക്സ്ട്രാ പൂജ്യം ഇട്ട് പോയാൽ തന്നെ അവിടെ ഒരുപാട് എമൗണ്ടിൻ്റെ വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു എററിനെയാണ് അക്കൗണ്ടിങ് എറർ എന്ന് നമ്മൾ പറയുന്നത്. സോ അക്കൗണ്ടിങ് എറർ ആർ ദ എറർ കമ്മിറ്റഡ് ബൈ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട് ഓഫ് എ ബിസിനസ് ഫേം ഇൻ ദ കോഴ്സ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്. അപ്പം ഫുൾ റെസ്പോൺസിബിളും ആരാണ് നോക്കി നടക്കുകയൊക്കെ ചെയ്യേണ്ടത്? ഈ അക്കൗണ്ടൻ്റ് ആണ്. ദീസ് എറർ മേ ബി ഇൻ ദ ഫോം ഓഫ് ഒമിറ്റിംഗ് ദ ട്രാൻസാക്ഷൻ ടു റെക്കോർഡ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പ്രോസസ്സ് വരികയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ആ ട്രാൻസാക്ഷനെ തന്നെ ഒമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒമിറ്റ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. റെക്കോർഡിങ് ഇൻ റോങ് ബുക്ക്. അപ്പോൾ തെറ്റായ ബുക്കിലൊക്കെ എന്ത് സംഭവിക്കും? നമ്മൾ ഇപ്പോൾ പർച്ചേസ് ബുക്കിൽ നമ്മൾ സെയിൽസിൻ്റെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ റോങ് അക്കൗണ്ട് സെയിൽസിൽ എഴുതേണ്ടത് നമ്മൾ സാലറിയിലൊക്കെ കൊണ്ടുപോയി എഴുതി വെക്കുക. ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകളൊക്കെ വരും. അതുപോലെ തന്നെ റോങ് ടോട്ടലിങ്, ഇപ്പുറത്ത് ഇടുന്ന ടോട്ടൽ ഞാൻ അപ്പുറത്തിട്ട് പോയി എന്നുള്ള അങ്ങനെയുള്ള മിസ്റ്റേക്സൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്ടിഫൈ ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് എറർ ക്യാൻ ടേക്ക് ദ ഫോളോയിങ് ഫോം: ഒമിഷൻ ഓഫ് റെക്കോർഡിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഇസ് എ ജേർണൽ ഓർ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. അപ്പോൾ ഇവിടെ ഒരു ജേർണലിലോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് ബുക്കിലോ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒമിഷൻ ചെയ്യാവുന്നതാണ്. നോട്ട് പോസ്റ്റിംഗ് ദ റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇൻ വേരിയസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജർ. അപ്പോൾ എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റായ ട്രാൻസാക്ഷൻ നമ്മൾ കഴിയുന്നതും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കുക.
മിസ്റ്റേക്സ് ഇൻ ടോട്ടലിംഗ് ഓർ ഇൻ ക്യാരിങ് ഫോർവേഡ് ദ ടോട്ടൽ ടു ദ നെക്സ്റ്റ് പേജ്. ഇപ്പോൾ അടുത്ത പേജിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ക്യാരിങ് ഫിഗറൊക്കെ നമ്മൾ ഓപ്പണിംഗ് ഫിഗറായിട്ട് നമ്മൾ എഴുതുമ്പോൾ ഒക്കെ ചില മിസ്റ്റേക്സ് പിന്നെന്താണ് 1,00,000 എന്നുള്ളത് നമ്മൾ അല്ലെങ്കിൽ 10,000 ഒക്കെ ഇട്ട് പോവുക, ഒരു 0 കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 0 കൂടി പോവുക, ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസസുകളുണ്ട്. മിസ്റ്റേക്ക് ഇൻ റെക്കോർഡിംഗ് എമൗണ്ട് റോങ്ലി, റൈറ്റിംഗ് ഇൻ എ റോങ് അക്കൗണ്ട് ഓർ ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ അക്കൗണ്ട്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ളത് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടെഴുതി വെക്കുക, ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകൾ, കെയർലെസ് മിസ്റ്റേക്ക് നമുക്ക് പറയാം. ഓക്കെ, എഗെയിൻ ദെയർ മേ ബി 2 ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എറർ. 2 തരത്തിലാണ് ഇവിടെ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എറർ പറയുന്നത്. ദാറ്റ് കോസസ് ദ ഡിസഗ്രിമെൻറ്റ് ഓഫ് ദ ട്രയൽ ബാലൻസ് ദാറ്റ് ഡു നോട്ട് എഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഡിസഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസും അതുപോലെ നോട്ട് എഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്, അങ്ങനെ 2 ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് എററാണ് പറയുന്നത്. ലൊക്കേറ്റിംഗ് എറർ. It is obvious that if there are error, they must be located at the earliest. After locating the error, they are to be rectified. അപ്പോൾ എറർ ലൊക്കേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോൾ തന്നെ നമ്മളത് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ അക്കൗണ്ടിങ് ഓൾസോ, വൺസ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ദർ ആർ സം അക്കൗണ്ടിങ് എറർ, ദർ നീഡ് ടു ബി ലൊക്കേറ്റഡ് ആൻഡ് ഡിറ്റക്റ്റഡ് ആസ് ഏർലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് എന്ത് ചെയ്യുക, ആ എറർ ഒമിറ്റ് ചെയ്തിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി സ്റ്റെപ്സ് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹൗ ടു ലൊക്കേറ്റ് ദ എറേഴ്സ്. സ്റ്റെപ്സ് ടു ബി ടേക്കൻ ടു ലൊക്കേറ്റ് ദ അക്കൗണ്ടിങ് എറർ ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഫോളോ. വെൻ ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് എഗ്രി, അപ്പോൾ എഗ്രി ചെയ്തില്ലെങ്കിൽ ചെക്ക് ദ കോളം ഓർ ടോട്ടൽ ഓഫ് ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ടോട്ടൽ എന്ത് ചെയ്യുക, ഒന്നും കൂടിയും ചെക്ക് ചെയ്യുക. Check that the balance of all account, include cash and bank balance in the ledger, have been written and are written in the correct column of the trial balance. അപ്പോൾ കറക്റ്റായ കോളത്തിൽ തന്നെയാണോ ലെഡ്ജറിൽ എഴുതിയിരിക്കുന്നതെന്നും കൂടി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഡെബിറ്റ് ബാലൻസ് ഇത് ഡെബിറ്റ് കോളമിൽ തന്നെയാണോ, ക്രെഡിറ്റ് ബാലൻസ് ഇത് ക്രെഡിറ്റ് കോളത്തിൽ തന്നെയാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഫൈൻഡ് ദ എക്സാക്ട് ഫിഗർ ഓഫ് ഡിഫറൻറ്റ് വിത്ത് ട്രയൽ ബാലൻസ്. അപ്പോൾ എക്സാക്ട്ലി എത്രയാണ് ഫിഗർ എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നോ അക്കൗണ്ട് ഓഫ് എ സിമിലർ ബാലൻസ് ഹാസ് ബീൻ ഒമിറ്റഡ് ടു ബി ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ്. എന്താണ് പറയുന്നത്, നോ അക്കൗണ്ട് ഓഫ് സിമിലർ ബാലൻസ്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എക്സാക്ട് ഫിഗറിൽ, അതായത് ഒരു 0 കൂടി പോവോ കുറഞ്ഞു പോവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാസ് ബീൻ ഒമിറ്റഡ് ടു ബി ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കുക. എ ബാലൻസ് എമൗണ്ട് വിച്ച് ഈസ് ഹാഫ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഡിഫറൻസ് എമൗണ്ട് ബട്ട് ഈസ് റിട്ടൺ ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ട്രയൽ ബാലൻസ്. അപ്പോൾ തെറ്റായ സൈഡിൽ എഴുതുക. ഇപ്പോൾ 57,500 എന്നുള്ളത് എന്ത് ചെയ്യുക, 55,700 എന്നൊക്കെ എഴുതി പോവുക, അങ്ങനെയുള്ള മിസ്റ്റേക്സൊക്കെ. റീചെക്ക് ദ ടോട്ടൽ ഓഫ് സ്പെസിഫിക് പർപ്പസ് ബുക്ക്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ബുക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പർച്ചേസിൽ തന്നെയാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, സെയിൽസിൽ തന്നെയാണോ ഇപ്പോൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്, എറർ ഇല്ലാണ്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് അക്കൗണ്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചെക്ക് ദ ബാലൻസിങ് ഓഫ് ദ വേരിയസ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ. അതുപോലെ തന്നെ ബാലൻസിങ്, ലെഡ്ജറിൻ്റെ ബാലൻസിങ് എപ്പോഴും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇഫ് ഡിഫറൻസ് ഇസ് സ്റ്റിൽ നോട്ട് ട്രാക്ഡ്, അത് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ചെക്ക് ഈച്ച് ആൻഡ് എവറി പോസ്റ്റിംഗ് ഫ്രം ദ ജേണൽ. അപ്പോൾ ജേണൽ മുതൽ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അതായത് പർച്ചേസും അതൊക്കെ ചെക്ക് ചെയ്യുക 1 by 1 ഇൻ ദ ലെഡ്ജർ. അപ്പോൾ ഓരോ ലെഡ്ജറിലും എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, നമ്മളോട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വെൻ ദ ട്രയൽ ബാലൻസ് എഗ്രി, ഇനി എഗ്രി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഇഫ് ദ ടോട്ടൽ ഓഫ് ദ 2 എമൗണ്ട് കോളം ഓഫ് ട്രയൽ ബാലൻസ് ടാലി, അപ്പോൾ 2, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടാലി ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദ അക്യുറസി ഓഫ് അക്കൗണ്ട്സ്. ദെയർ മേ സ്റ്റിൽ ബി സം അക്കൗണ്ടിങ് എറർ. മേ ബി സപ്പോസ് എല്ലാം ചെക്ക് ചെയ്തിട്ടും എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ദീസ് എറർ മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി ട്രാക്ഡ് ബട്ട് മേ ബി ഡിറ്റക്റ്റഡ് അറ്റ് മച്ച് ലേറ്റർ സ്റ്റേജ്. അപ്പോൾ പിന്നീടായിരിക്കും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ കറക്റ്റായിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ദീസ് ആർ റെക്ടിഫൈഡ് ആസ് ആൻഡ് വെൻ ഡിറ്റക്റ്റഡ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെയാണ് തെറ്റ് വരിക അല്ലെങ്കിൽ ഇവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക. Following are the error which don't affect the trial balance. Omission to record a transaction in the journal. Omission ചെയ്യാം,
എന്തെന്ന് അല്ലെങ്കിൽ ഓർ ഇൻ സ്പെഷ്യൽ പർപ്പസ് ബുക്കിൽ എന്ത് ചെയ്യുക, ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ തന്നെ ഒമിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ബട്ട് ആർ നോട്ട് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. അപ്പോൾ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡിങ് എ റോങ് എമൗണ്ട് ഓഫ് ആൻ ഐറ്റം ഇൻ ജേണൽ ഓർ ഇൻ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. ഇതൊക്കെ ഇങ്ങനെ എന്താണ് 2550 രൂപ ക്രെഡിറ്റിൽ നമ്മൾ നോട്ട് ചെയ്തു. പക്ഷെ നമ്മൾ സെയിൽസ് ബുക്കിൽ നോട്ട് 5250 രൂപയൊക്കെ നോട്ട് ചെയ്ത് പോവാം. പിന്നെ പേരുകൾ മാറിപ്പോവുക. ജഗന്നാഥൻ എന്നുള്ളത് വിശ്വനാഥൻ എന്നായി പോവുക. പിന്നെന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെക്കോർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ കൊണ്ടുപോയി എഴുതുക. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ്, അക്കൗണ്ടുകൾ മാറുക. ഓക്കെ, ഇങ്ങനെയുള്ള മിസ്റ്റേക്സാണ് നമ്മൾ ഒമിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടത്. ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എറർ. അപ്പോൾ ഇവിടെ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ നേച്ചറിൽ പറയുന്നത് 3 ടൈപ്പ് ഓഫ് എററാണ്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പൽ. ഇനി ഇമ്പാക്റ്റ് ഓൺ ലെഡ്ജർ അക്കൗണ്ട്സിൽ 1 സൈഡ് എറർ, 2 സൈഡ് എറർ. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ദെയർ നേച്ചർ, അതായത് എറർ ഓഫ് ഒമിഷൻ, ആസ് എ റൂൾ എ ട്രാൻസാക്ഷൻ ഈസ് ഫസ്റ്റ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഹവർ അക്കൗണ്ടൻറ്റ് മേ നോട്ട് റെക്കോർഡ് ഇറ്റ് അറ്റ് ഓൾ ഓർ റെക്കോർഡ് ഇറ്റ് പാർട്ട്ലി എന്നാണ് പറയുന്നത്. എന്താണ്, എ ട്രാൻസാക്ഷൻ ഇസ് ഫസ്റ്റ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ ഒന്നില്ലെങ്കിൽ ബുക്ക് കീപ്പിങ്ങിലോ അല്ലെങ്കിൽ ജേണലിലോ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും അല്ലേ. അക്കൗണ്ടൻറ്റ് മേ നോട്ട് റെക്കോർഡഡ് ഇറ്റ് അറ്റ് ഓൾ. അപ്പോൾ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ, പകുതി മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ എറർ ഓഫ് ഒമിഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആർ നോട്ട് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. ഓർ ഡിസ്കൗണ്ട് അലൗഡ് ടു എ കസ്റ്റമർ വാസ് നോട്ട് പോസ്റ്റഡ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. അപ്പോൾ ലെഡ്ജറിൽ ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചില്ലെങ്കിൽ, അങ്ങനെ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എറർ ഓഫ് ഒമിഷൻ. ഇൻ ദ ഫസ്റ്റ് കേസ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഒമിഷൻ. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിലാണ് കംപ്ലീറ്റ് ഒമിഷൻ. ദെയർ ഫോർ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആർ എഫക്റ്റഡ് ബൈ ദ സെയിം എമൗണ്ട്. ഒരേ എമൗണ്ടിലും എഫക്റ്റ് ആവുകയാണെങ്കിൽ ദെയർ ഫോർ ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ ട്രയൽ ബാലൻസ്. അതുകൊണ്ടത് ട്രയൽ ബാലൻസിൽ എന്ത് സംഭവിക്കില്ല, എഫക്റ്റ് വരില്ല. ദ സെക്കൻഡ് എക്സാമ്പിൾ ഇസ് എക്സാമ്പിൾ ഓഫ് പാർഷ്യൽ ഒമിഷൻ. പകുതി റെക്കോർഡ് ചെയ്ത് പകുതി റെക്കോർഡ് ചെയ്യാതെ പോകുക. ഇറ്റ് എഫക്റ്റ് ഓൺലി 1 അക്കൗണ്ട്. ഒന്നില്ലെങ്കിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലുമാണ് എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. ദെയർ ഫോർ ഇറ്റ് എഫക്ട് ദ ട്രയൽ ബാലൻസ്. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിന് എന്ത് സംഭവിക്കും, ടാലി ആവാതെ വരും. ഇങ്ങനെയുള്ള ഇതിനെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇനി എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വെൻ ദ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ റെക്കോർഡഡ് ബട്ട് ആൻ എറർ ഈസ് ഒമിറ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇറ്റ് ഈസ് കോൾഡ് എറർ ഓഫ് കമ്മീഷൻ. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു, പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് ഓഫ് റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എറർ ഓഫ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. എറർ കമ്മിറ്റഡ് വൈൽ റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ എ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. ഇപ്പോൾ നോക്കൂ, റെക്കോർഡിംഗ് ഇൻ ദ റോങ് ബുക്ക്. എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം രാകേഷ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. സെയിൽസിൽ പോയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. പർച്ചേസ് ചെയ്ത സാധനം എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്, നമ്മൾ സ്പെഷ്യൽ പർപ്പസ് ബുക്കിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പർച്ചേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസിൽ തന്നെയാണ്. അതും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എവിടെയാണ് ചെയ്യുക എന്ന് പറഞ്ഞത്, ക്യാഷ് ബുക്കിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് മാറിപ്പോവുക. പിന്നെ എന്താണ്, എമൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. 4200 എന്നുള്ളത് 2400 എന്നൊക്കെ ആയി പോവുക. ഇങ്ങനെയുള്ള കേസിനാണ് എറർ ഒമിറ്റഡ് വൈൽ റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ദ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്ന് പറയുന്നത്. ഇൻ ദ എബോവ് 2 cases 2 accounts are affected by the same amount, debit of one and the credit of the other. അപ്പോൾ ഇത് എന്ത് സംഭവിക്കും, ട്രയൽ ബാലൻസിൽ എഫക്റ്റ് ആവും. ഇനി റോങ് ടോട്ടലിംഗ്. അപ്പോൾ റോങ് ടോട്ടലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, തെറ്റായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സ്പെഷ്യൽ പർപ്പസ് ബുക്കിൽ അപ്പോൾ പർച്ചേസ് ബുക്കിൽ 44,800 എന്നുള്ളത് എന്താണ് 44,300 ഒക്കെ ആയി പോവുക. 52,500 എന്നുള്ളത് 52,900 എന്നൊക്കെ എഴുതി പോവുക. അങ്ങനെയുള്ള മിസ്റ്റേക്സിനെയാണ് നമ്മൾ റോങ് ടോട്ടലിംഗ്, ടോട്ടലിൽ വരുന്ന മിസ്റ്റേക്ക്.
ഇനി റോങ് ബാലൻസ്. അപ്പോൾ റോങ് ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈൽ ക്ലോസിങ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഓരോ അക്കൗണ്ട്സ് ഒരു മാസം അല്ലെങ്കിൽ ഓരോ ദിവസവും ക്ലോസ് ചെയ്യുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വൈൽ ക്ലോസിങ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ മാർച്ചാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്. ബാലൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഓഫ് ദ ടോട്ടൽ ഓഫ് ദ ടു സൈഡ്സ് ഓഫ് ദ അക്കൗണ്ട്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഇറ്റ് മേ ബി റോങ്ലി കാൽക്കുലേറ്റഡ്. തെറ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സാമ്പിൾ ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് കോളം ഓഫ് മോഹൻസ് അക്കൗണ്ട് ഈസ് 8,600 ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ക്രെഡിറ്റ് കോളം ഈസ് 6,800 ആണെങ്കിൽ ദ ബാലൻസ് കാൽക്കുലേറ്റഡ് ഈസ് 1,600ൻ്റെ ഒരു ഡിഫറൻസും അതുപോലെ തന്നെ ആക്ച്വൽ ബാലൻസ് ഈസ് 1,800ഉം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ റോങ് ബാലൻസ് കാണിക്കുന്നത്. ഇനി റോങ് ക്യാരിയിങ് ഫോർവേഡ്. ഇപ്പോൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ് അടുത്ത പേജിലേക്ക് അല്ലെങ്കിൽ ക്യാരിയിങ് ഫിഗറായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടൊക്കെ നമ്മൾ എടുത്തെഴുതുകയാണെങ്കിൽ 35,600 എന്നുള്ളത് 36,500 എന്നൊക്കെ ആയി പോവുക. ഇങ്ങനെയുള്ള എററിനെ നമ്മൾ റോങ് ക്യാരിയിങ് ഫിഗർ എന്നാണ് പറയുന്നത്. ഇനി റോങ് പോസ്റ്റിംഗ്. റോങ് പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ അനുവിൻ്റെ ലെഡ്ജറിൽ നമ്മൾ സനുവിൻ്റെയിൽ പോയി എഴുതിയിട്ടുണ്ടെങ്കിലൊക്കെ മിസ്റ്റേക്ക് വരുന്നത്. Transaction from the journal or special purpose books are posted in the respective accounts in the ledger. Error may be committed while carrying on out posting. It may take various forms such as posting to wrong account to be wrong side of the account or posted twice of the same account. രണ്ടു പ്രാവശ്യമൊക്കെ ആയി പോവാം. എക്സാമ്പിൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ 5,400 ഫ്രം രാകേഷ് മോഹന്തി വാസ് പോസ്റ്റഡ് ഇൻ ദ ഡെബിറ്റഡ് ടു രാകേഷ്. ഡെബിറ്റ് ചെയ്തു അല്ലെങ്കിൽ ട്വൈസ്, 2 പ്രാവശ്യം ചെയ്തു. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെയാണ് നമ്മൾ റോങ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി കോമ്പൻസേറ്റിംഗ് എറർ. 2 or more error when committed in such a way that there is increase or decrease in debit side due to an error. ചിലപ്പോൾ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ആവാം. Also, there is corresponding decrease or increase in the credit side due to another error by the same amount. ഇപ്പോൾ സെയിം അമൗണ്ടിൽ അതേ സെയിം ഡിഫറൻസ് തന്നെയാണ് വരുന്നതെങ്കിൽ ദസ് ദ എഫക്റ്റ് ഓഫ് ദ അക്കൗണ്ട് ഈസ് ക്യാൻസൽഡ് ഔട്ട്. അപ്പോൾ ആ രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. സച്ച് എറർ ആർ കാൾഡ് കോമ്പൻസേറ്റിംഗ് എറർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഹൻസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ബൈ 2,500 while it was to be debited by 3,500 and Mohan's account is debited by 3,500 while the same was to be debited by rupees 2,500. Thus excess debit of Mohan account by 1,000 is compensated. അപ്പോൾ അതിൻ്റെ ഒരു 1,000 രൂപ എന്ത് ചെയ്യുക? കോമ്പൻസേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോഹൻസ് അക്കൗണ്ടിൽ ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. Any error of principle. Item of income and expenditure are divided into capital and revenue category. അപ്പോൾ ഇൻകമും എക്സ്പെൻഡിച്ചറും എന്താ ചെയ്യുന്നത്? ക്യാപിറ്റലും റവന്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ദ ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഷുഡ് ബി റെക്കോർഡഡ് ആസ് ക്യാപിറ്റൽ ഐറ്റം. റവന്യൂ ഐറ്റത്തിൽ മാത്രം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻകം ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഷുഡ് ബി റെക്കോർഡ് ആസ് എ റവന്യൂ ഐറ്റം. അപ്പോൾ ഇൻകമും എക്സ്പെൻഡിച്ചറും എന്തിലാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത്? റവന്യൂ ഐറ്റം. ക്യാപിറ്റലും ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എവിടെ നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞു? ക്യാപിറ്റൽ ഐറ്റത്തിലും റവന്യൂ ഇൻകം ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് കാണിക്കാൻ പറയുന്നത്. ഇഫ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഇൻ വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് കോൾഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പം ഇങ്ങനെ വരുന്നൊരു വയലേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്നതിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ നോക്കൂ. ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഐറ്റം ഹാസ് ബീൻ റെക്കോർഡ് ആസ് റവന്യൂ ഐറ്റം ആൻഡ് റവന്യൂ ഐറ്റം ഈസ് റെക്കോർഡ് ആസ് ക്യാപിറ്റൽ ഐറ്റം. രണ്ടും തലതിരിഞ്ഞ് പോവുക. ഇനി ഓൺ ദ ബേസ് ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. വൺ സൈഡ് എറർ. അക്കൗണ്ടിങ് എറർ ദാറ്റ് എഫക്റ്റ് ഓൺലി വൺ സൈഡ് ഓഫ് എൻ അക്കൗണ്ട് വിച്ച് മേ ബി എയ്തർ ഇസ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റ് സൈഡ് ഈസ് കോൾഡ് വൺ സൈഡ് എറർ. ഏതെങ്കിലും ഒരു സൈഡിൽ എറർ സംഭവിക്കും, ഒന്നില്ലെങ്കിൽ ഡെബിറ്റിൽ അല്ലെങ്കിൽ ക്രെഡിറ്റിൽ. ദ റീസൺ ഓഫ് സച്ച് എറർ is that while posting a record transaction, one account is correctly posted while the corresponding account is not correctly posted. ഒന്ന് ശരിയായും ചെയ്തു, മറ്റൊന്ന് ശരിയായി ചെയ്തില്ല. For example, sales book is overcost by 1,000. In the case only sales account is wrongly credited by excess amount of rupees 1,000. അധികമായിട്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ടു സൈഡ് എറർ. ടു സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് സൈഡ്
the error affect two separate account is called two-sided error. For example, purchase of machinery rupees 1000 has been entered in the purchase book. In case purchase account is wrongly debited while machinery account has been omitted to be debited. അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താണ്? മെഷീനറി ആവാം, ഫർണിച്ചർ ആവാം, വാട്ട് എവർ ഗുഡ്സ് ആവാം പർച്ചേസ്ഡ്. അപ്പോൾ അത് മെഷീനറിയിൽ എഴുതിയാലും മെഷീനറിയാണ് വാങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏത് അക്കൗണ്ടിൽ പിന്നെ എറർ വന്നു? പർച്ചേസ് അക്കൗണ്ടിലും വന്നു, മെഷീനറി അക്കൗണ്ടിലും വന്നു. അങ്ങനെ ടു സൈഡ് എറർ വരും. ഹാസ് ബീൻ ഒമിറ്റഡ് ടു ഡെബിറ്റഡ്, സോ ടു അക്കൗണ്ട്സ്, ദറ്റ് ഈസ് പർച്ചേസ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട് ആർ എഫക്റ്റഡ് എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എറർ. ഇനി എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും വൺസ് നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വെട്ടാനോ തെറ്റാനോ മായ്ക്കാനോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ ഓവർ റൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ അക്കൗണ്ടൻറ്റിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, പിന്നെ ഒരുപാട് ക്ലാരിഫിക്കേഷനൊക്കെ നടത്തേണ്ട വരും വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ. അതുകൊണ്ടാണ് അപ്പപ്പോൾ വരുന്ന മിസ്റ്റേക്സ് അപ്പപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. മെത്തേഡ് ഓഫ് റെക്ടിഫിക്കേഷൻ, അപ്പോൾ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ബിഫോർ പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റാൻറ്റ് കറക്ഷൻ ഇൻ ദ എഫക്റ്റഡ് അക്കൗണ്ട്. രണ്ടാമത്തെ ആഫ്റ്റർ പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. അപ്പം ബിഫോർ പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്, ഇൻസ്റ്റൻറ്റ് കറക്ഷൻ. ഇഫ് ദ എറർ ഈസ് ഡിറ്റക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മേക്കിംഗ് ആൻ അക്കൗണ്ടിങ് എൻട്രി, ഇറ്റ് മേ ബി കറക്റ്റഡ് ബൈ നീറ്റ്ലി ക്രോസിങ് ഔട്ട് ദ റോങ് എൻട്രി. അപ്പോൾ റോങ് എൻട്രി എന്ത് ചെയ്യുക, വെട്ടി ഇങ്ങനെ കിറുക്കി വെക്കാതെ ജസ്റ്റ് ഒരു സ്ട്രൈക്ക് ഔട്ട് അത്രമാത്രം ചെയ്താൽ മതി. ആൻഡ് മേക്കിംഗ് ദ കറക്റ്റ് എൻട്രി ആൻഡ് ദ അക്കൗണ്ടൻറ്റ് ഷുഡ് പുട്ട് ഹിസ് ഇനിഷ്യൽ സിഗ്നേച്ചർ അവിടെ ഇടണം. ഓക്കെ. For example, an amount of rupees 3,500 is written as 5,300. This can be corrected as 3,500. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുമോ 3,500 പക്ഷേ ഇട്ടത് 5,300 ആയിപ്പോയി എന്നുള്ളതിന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ 3,500 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 5,300 എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രൈക്ക് ഔട്ട് മാത്രം മതി. അല്ലാതെ അത് വെട്ടി കിറുക്കി ഇങ്ങനെ എന്താണ് കാക്കപ്പിട്ടതുപോലെയൊക്കെ ഇങ്ങനെ കിറുക്കി വെച്ചാലൊക്കെ ഡെഫിനറ്റ്ലി ഒരു ചെക്ക് ചെയ്യുന്ന ഒരു ആഡിറ്റർ എന്താണ് പറയുക, അവിടെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നാണെന്ന് മനസ്സിലാക്കുക. Correction in the affected account. In case error is dictated on the date later than the date on which the transaction was recorded, but before the trial balance, the rectification will be made by making a correction in the affected account. A few illustration of account error corrected by this method. അപ്പോൾ ഈ ഒരു എഫക്റ്റഡ് അക്കൗണ്ടിൽ ഒരു പ്രോബ്ലം തരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പർച്ചേസ് ബുക്ക് ഈസ് ഓവർ കോസ്റ്റ് ഫോർ മന്ത് ഓഫ് ജൂലൈ 2014 by 8,000. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് എഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? പർച്ചേസ് ബുക്ക് എഫക്റ്റ് ആവുന്നുണ്ട് അല്ലേ. ദ ടോട്ടൽ ഓഫ് ദ പർച്ചേസ് ബുക്ക് ഈസ് പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ആവുന്നത്. ദെയർഫോർ പർച്ചേസ് അക്കൗണ്ട് ഈസ് എഫക്റ്റഡ്. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഫക്റ്റ് ചെയ്തത്. ഓവർകാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അധികം വൺസ് അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ടത് എന്താണ്, ടു nullify the effect of the error. The entry of rupees 8,000 will be made on the credit side of purchase account. അപ്പോൾ അതേ സെയിം തന്നെ ക്രെഡിറ്റ് സൈഡിലും കൂടി ഇട്ടാൽ മതി. വിത്ത് ദ വേർഡ് റിട്ടേൺ ആസ് ദ എമൗണ്ട് ഓഫ് പർച്ചേസ് ബുക്ക് ഈസ് ഓവർ കോസ്റ്റ് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2014 എന്ന് പർട്ടിക്കുലർ നമ്മൾ ഇലോബറേറ്റ് ആയിട്ട് എഴുതുക, ബ്രീഫ്ലി എഴുതുക. എമൗണ്ട് ആസ് പെർ പർച്ചേസ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2014 8,000 എന്നിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഡെബിറ്റും ഉണ്ടെങ്കിൽ ക്രെഡിറ്റിലും അത് ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, ടാലി ചെയ്യുക. A sum of rupees 1,200 paid to Ashokan has been wrongly credited to his account. അപ്പോൾ റോങ്ലി ക്രെഡിറ്റ് ആയി. അപ്പോൾ ഇവിടെ ആരിൻ്റെ അക്കൗണ്ടാണ് ഇവിടെ എഫക്റ്റ് ആയിരിക്കുന്നത്, അശോകൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അശോക്സ് അക്കൗണ്ട് ഈസ് എഫക്റ്റഡ് ബിക്കോസ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ റെക്ടിഫൈ ചെയ്യേണ്ടത് എന്താണ്, അശോക് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു nullify the effect of its being wrongly credited at the same time. അപ്പോൾ എമൗണ്ട് പെയ്ഡ് റോങ്ലി ക്രെഡിറ്റ് ആയിപ്പോയി.
400 എന്നുള്ളത്. 2400 1200 അല്ലേ? 1200 എത്രയാണ്? 2400. അപ്പോൾ ഇവിടെ ക്രെഡിറ്റിൽ എത്രയാണ് വരേണ്ടത്? ശരിക്കും 1200 വരേണ്ടത് അല്ലേ? അപ്പം അതിന് പകരം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഡെബിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ക്രെഡിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഓഫ് ₹5,000 വാസ് സെൻഡഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. അപ്പോൾ ഇവിടെ എഫക്റ്റ് ആയത് എന്താണ്? പർച്ചേസും ഫർണിച്ചറും എഫക്റ്റ് ആയിട്ടുണ്ട്. ഫർണിച്ചർ അക്കൗണ്ടും പർച്ചേസ് അക്കൗണ്ട് ഹാവ് ബീൻ എഫക്റ്റഡ്. ഫർണിച്ചർ അക്കൗണ്ട് ഹാസ് ബീൻ ഒമിറ്റഡ് ടു ബി ഡെബിറ്റഡ് വൈൽ പർച്ചേസിങ് അക്കൗണ്ട് ഈസ് റോങ്ലി ഡെബിറ്റഡ്. അപ്പോൾ ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ടത് എന്താണ്? പർച്ചേസ് അക്കൗണ്ടും ഫർണിച്ചർ അക്കൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? റെക്ടിഫൈ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആക്കുക, ക്രെഡിറ്റ് ഡെബിറ്റ് ആക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഫർണിച്ചർ അക്കൗണ്ടിൽ എന്താണ് ചെയ്യുന്നത്? എമൗണ്ട് ട്രാൻസ്ഫേർഡ്. പർച്ചേസ് അക്കൗണ്ട് 5000 അല്ലേ ഡെബിറ്റ് ചെയ്തു. അതേപോലെ തന്നെ പർച്ചേസിൽ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റിലേക്ക് എഴുതുക. ഇനി റെക്ടിഫിക്കേഷൻ ത്രൂ ജേണൽ എൻട്രി. ജേണൽ എൻട്രിയിലൂടെ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ ജേണൽ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് എന്നാണ് പറയുന്നത്. ഫർണിച്ചർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് അല്ലേ? അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യാം, പർച്ചേസിന് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. എന്നിട്ട് നറേഷൻ എന്താ ചെയ്യേണ്ടത്? ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഈസ് റോങ്ലി എൻറ്റഡ് ഇൻ ദ പർച്ചേസ് ബുക്ക് ഈസ് നൗ കറക്റ്റഡ്. ഇപ്പോൾ കറക്റ്റായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? കറക്റ്റായ ജേണൽ എൻട്രി വെരിഫൈ ചെയ്യാം കേട്ടോ. അതാണ് റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രി ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരാം. Amount of ₹50,000 received from Govind was credited to her Govind. ഹർ ഗോവിന്ദിലേക്ക് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 2 അക്കൗണ്ട്സ് എഫക്റ്റഡ്. ഗോവിന്ദൻ്റെ അക്കൗണ്ടും ഹർ ഗോവിന്ദ്സ് അക്കൗണ്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എഫക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ റോങ്ലി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്താണ്? ഹർ ഗോവിന്ദിൻ്റെ അക്കൗണ്ടിലേക്കാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഹർ ഗോവിന്ദ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ഗോവിന്ദിൻ്റെ അക്കൗണ്ടിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് നറേഷൻ എഴുതുക? ബീയിങ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഗോവിന്ദ് റോങ്ലി ക്രെഡിറ്റഡ് ടു ഹർ ഗോവിന്ദ് ഈസ് നൗ റെക്ടിഫൈഡ് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ. ഇവിടെ ഇല്ലിസ്ട്രേഷൻ 5 ഒരു പ്രോബ്ലം ഉണ്ട്. അത് എന്താണ് പറയുന്നത്? നിങ്ങളോട് റെക്ടിഫൈ ദ ജേണൽ എൻട്രി. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ഫോളോയിങ് ആർ സം അക്കൗണ്ടിങ് എറർ. അപ്പോൾ ഇതിൽ നിങ്ങൾ റെക്ടിഫൈ ദം ബൈ മേക്കിംഗ് ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ജേണൽ എൻട്രീൻ്റെ ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ജേണൽ എന്നടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സെയിൽസ് ഫോർ ₹20,000 മെയ്ഡ് ടു മാളവിക വാസ് നോട്ട് എൻറ്റഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. അപ്പോൾ സെയിൽ ചെയ്തു, പക്ഷെ മാളവികേൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല? എൻ്റർ ആയിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എൻ്റർ ആവണമല്ലോ, മാളവിക അക്കൗണ്ടിൽ എൻ്റർ ആവണമല്ലോ. അപ്പോൾ മാളവികാസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നുള്ളതാണ് അല്ലേ? 20,000 സെയിൽസ് ടു മാളവിക ഒമിറ്റഡ് ടു ബി എൻറ്റഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. ഒമിറ്റായി പോയി. സോ ചെയ്യാൻ വേണ്ടി വരികയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൂഫ്. ഇനി സാലറി ഓഫ് ₹7,500 പെയ്ഡ് ടു അക്കൗണ്ടൻറ്റ് രാമൻ വാസ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. അറിയാതെ അവൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എന്തായിപ്പോയി? ഡെബിറ്റായിപ്പോയി അല്ലേ? അപ്പോൾ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ആർക്കാണ് കൊടുക്കേണ്ടത്? രാമനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 7,500 റെക്ടിഫൈ ചെയ്തു. ഇനി അടുത്ത എന്താണ്? ഓൾഡ് ഫർണിച്ചർ സോൾഡ്. പഴയ ഫർണിച്ചർ സോൾഡ് ചെയ്തു ഫോർ ₹2,800 വാസ് എൻറ്റഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്കിലാണ് എൻറ്റഡ് ചെയ്തത് അല്ലേ? സെയിൽസ് ബുക്കിലല്ലല്ലോ വരിക, ഫർണിച്ചറിലല്ലേ വരിക. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണ്? Carriage paid ₹500 on purchase of a machine was debited to carriage account. Carriage account എന്ത് ചെയ്തു? ഡെബിറ്റ് ആയിപ്പോയി. അപ്പോൾ carriage account എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു carriage account. Cash ₹50,000 paid to the creditor Atulya Ghosh was debited to
പവർഫുൾ ഘോഷിന് ഡെബിറ്റ് ചെയ്തു. സോ ആ പവർഫുൾ ഘോഷ് എന്ന് പറയുന്നത് എന്താവണം? ക്രെഡിറ്റ് ആവണം. സോ അതുല്യ ഘോഷിനെ ഡെബിറ്റ് ചെയ്ത് പവർഫുൾ ഘോഷിന് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്താണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെയാണ് നിങ്ങൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഒറ്റ ഒരു വര മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് ടാലി ചെയ്യാവുന്നതാണ്. അതായത് വി ഹാവ് ലേൺഡ് ദ ട്രയൽ ബാലൻസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് എ പീരിയഡ് ബൈ ബിസിനസ് കൺസേൺ മസ്റ്റ് എഗ്രി. അപ്പോൾ എൻഡ് ഓഫ് ദ പീരിയഡിലാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതും ടാലി ചെയ്യുന്നതൊക്കെ. ഇറ്റ് മീൻസ് ദ സം ഓഫ് ഇറ്റ്സ് ഡെബിറ്റ് കോളം ആൻഡ് സം ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റ് കോളം ഷുഡ് എഗ്രി. അപ്പോൾ രണ്ടും ഒരേപോലെ വരണം. ബട്ട് ഇഫ് ദ ടോട്ടൽ ഡു നോട്ട് എഗ്രി ദ ഡിഫറെൻറ്റ് എമൗണ്ട് ഈസ് റിട്ടൺ ഇൻ ദ ന്യൂ അക്കൗണ്ട്. അപ്പം അതിൻ്റെ ടാലി ആയിട്ടില്ലെങ്കിൽ ദിസ് അക്കൗണ്ട് ഈസ് കോൾഡ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പം അങ്ങനെ ടാലി ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു 8000 കുറവ് ക്രെഡിറ്റ് സൈഡിലുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യാവുന്നതാണ്? 8000 ഇട്ടിട്ട് നമുക്ക് ടാലി ചെയ്യാവുന്നതാണ്. അപ്പോൾ 8000 ഇടുമ്പോൾ പർട്ടിക്കുലേഴ്സ് നമ്മൾ എന്തെന്ന് ഇടണം? സസ്പെൻസ് അക്കൗണ്ട് ഇടണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ഒന്ന് നോക്കുക. ഇവിടെ റെക്ടിഫിക്കേഷൻ ഓഫ് 2 സൈഡ് എററൊക്കെ നിങ്ങൾ ഇതിൽ തന്നെ ഇല്ലിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇല്ലിസ്ട്രേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.